എല്ലാവർക്കും നമസ്കാരം. ചോദ്യം നമ്പർ 1 ഇങ്ങനെയാണ്: കോസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ സോഡിയം ഹൈഡ്രോക്സൈഡ്, ഓപ്ഷൻ ബി സോഡിയം ക്ലോറൈഡ്, ഓപ്ഷൻ സി സോഡിയം കാർബണേറ്റ്, ഓപ്ഷൻ ഡി സോഡിയം നൈട്രേറ്റ്. കോസ്റ്റിക് സോഡ, കോസ്റ്റിക് പൊട്ടാഷ് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഡിയം പൊട്ടാസ്യം സംയുക്തങ്ങളാണ്. കോസ്റ്റിക് സോഡ എന്താണെന്ന് ചോദിച്ചാൽ അത് സോഡിയത്തിന്റെ ഹൈഡ്രോക്സൈഡ് ആണെന്നും, കോസ്റ്റിക് പൊട്ടാഷ് രാസപരമായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ അത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് എന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക, മറന്നു പോകരുത്. ഇനി ഈ രണ്ട് വസ്തുതകൾ തന്നെ വേറെ രീതിയിലും നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ബാത്തിങ് സോപ്പ് അല്ലെങ്കിൽ കുളിക്കുന്ന സോപ്പിൽ അടങ്ങിയിരിക്കുന്ന രാസസംയുക്തം ഏതാണെന്ന് ചോദിക്കാം. അതിന്റെ ഉത്തരം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് കേട്ടോ. എന്നാൽ അലക്കുന്ന സോപ്പ്, നനയ്ക്കുന്ന സോപ്പ് അല്ലെങ്കിൽ വാഷിംഗ് സോപ്പിൽ അടങ്ങിയിരിക്കുന്ന രാസസംയുക്തം ഏതാണെന്ന് ചോദിച്ചാലോ അത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് എന്നും പഠിച്ചു വെക്കുക. അതുകൊണ്ട് തന്നെ കുളിക്കുന്ന സോപ്പ്, ബാത്തിങ് സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ലോഹമൂലകം ഏത്? LDC PYQ ആണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അല്ലയോ അതിലെ സംയുക്തം, അതിലെ ലോഹമൂലകം ഏത് എന്ന് ചോദിച്ചാൽ പൊട്ടാസ്യം ആണെന്നും, അലക്കുന്ന സോപ്പ് അല്ലെങ്കിൽ നനയ്ക്കുന്ന സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ലോഹ സംയുക്തം ഏത്? സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലേ സംയുക്തം. അപ്പൊ അതിലെ ലോഹമൂലകം ഏത് എന്ന് ചോദിച്ചാൽ സോഡിയം ആണ് എന്ന് നിങ്ങളും പഠിക്കുക. ഇനി ഇത് അതിലെ രാസസംയുക്തങ്ങൾ എന്ന് പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ ഒരിക്കലും ഉണ്ടാക്കരുതേ. സോപ്പ് രാസപരമായിട്ട് എന്താണെന്ന് നിങ്ങളോട് ചോദിക്കും. നമുക്കറിയാം വെളിച്ചെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം സ്റ്റിയറിക് ആസിഡ് ആണ്. അതുപോലെ പാം ഓയിലുള്ള ആസിഡ് ഏതാണെന്ന് ചോദിക്കാം. അതിന്റെ ഉത്തരം പാമറ്റിക് ആസിഡ് ആണ്. ഒലിവ് ഓയിലുള്ള ആസിഡ് ഏതാ എന്ന് ചോദിക്കാം. അതിന്റെ ഉത്തരം ഒലീക് ആസിഡ് ആണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഈ സ്റ്റിയറിക് ആസിഡിന്റെയും പാമറ്റിക് ആസിഡിന്റെയും ഒലീക് ആസിഡിന്റെയും ഇതെല്ലാം ഫാറ്റി ആസിഡുകളാണ് കേട്ടോ. ഇതിന്റെയൊക്കെ സോഡിയം പൊട്ടാസ്യം ലവണങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് സോപ്പ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? സോപ്പ് രാസപരമായിട്ട് എന്താ? സ്റ്റിയറിക് ആസിഡ്, പാമറ്റിക് ആസിഡ്, ഒലീക് ആസിഡ് തുടങ്ങിയ ഫാറ്റി ആസിഡുകളുടെ സോഡിയം പൊട്ടാസ്യം ലവണങ്ങൾ. കുളിക്കുന്ന സോപ്പിൽ അടങ്ങിയിരിക്കുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, സോ മെറ്റൽ പൊട്ടാസ്യം. നനയ്ക്കുന്ന സോപ്പ് അല്ലെങ്കിൽ അലക്കുന്ന സോപ്പാണെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്, അപ്പോൾ സോഡിയം മറന്നു പോകരുത്. സോപ്പ് നിർമ്മാണം എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുത തന്നെയാണ്, സാപ്പോണിഫിക്കേഷൻ. ഇതിനകത്ത് മസ്റ്റായിട്ടും അറിഞ്ഞു വെക്കേണ്ട വേറൊരു കാര്യം സ്ഥിരം LD ക്വസ്റ്റ്യൻ ആണ്. അതായത് സോപ്പ് ലായനിയിൽ നിന്നും സോപ്പിന്റെ ആ ബ്ലോക്ക് അല്ലെങ്കിൽ സോപ്പിന്റെ ആ ഒരു മാസ് ഉണ്ടല്ലോ, ആ സോപ്പിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ചേർക്കുന്ന ലവണം ഏതാ എന്ന് ചോദിക്കും. അത് സോഡിയം ക്ലോറൈഡ് ആണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ NaCl അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് ഉപയോഗിച്ച് സോപ്പ് ലായനിയിൽ നിന്നും സോപ്പിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ പ്രക്രിയ എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്നറിയോ? അതിന് വിളിക്കുന്ന പേരാണ് സോൾട്ടിങ് ഔട്ട്. അപ്പോൾ സോപ്പ് നിർമ്മാണം സാപ്പോണിഫിക്കേഷൻ ആണെന്ന കാര്യം മറക്കരുത്. അതിനകത്ത് സോപ്പ് ലായനിയിൽ നിന്നും സോപ്പിന്റെ ബ്ലോക്കിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന പ്രക്രിയ സോൾട്ടിങ് ഔട്ട് എന്ന് പറയുന്നു. സോൾട്ട് ചേർത്ത് ഔട്ട് ആക്കുന്നു. അതിന് ചേർക്കുന്ന ലവണം ഏതാ? നമ്മുടെ കോമൺ സോൾട്ട്, റോക്ക് സോൾട്ട്, കറിയുപ്പ്, സാധാ ഉപ്പ് എന്നറിയപ്പെടുന്ന ഏത് തന്നെയാണ്? കല്ലുപ്പ് എന്നറിയപ്പെടുന്ന സോഡിയം ക്ലോറൈഡ് ആണെന്നും പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഈ സോഡിയം ഹൈഡ്രോക്സൈഡും അതിനെ കണക്ട് ചെയ്തിട്ട് വരുന്ന പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിന്റെയും വസ്തുതകൾ ഓർത്തു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇനി സോപ്പിന് ആന്റിസെപ്റ്റിക് ഗുണമുണ്ടോ എന്ന് ചോദിക്കും. ഡെറ്റോൾ ഒരു ആന്റിസെപ്റ്റിക്, ഒരു ഓൾറൗണ്ടർ ആണല്ലേ, സാവ്ലോൺ അല്ലേ. അതുപോലെ സോപ്പിന് ആന്റിസെപ്റ്റിക് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നമ്മുടെ ബ്രാൻഡഡ് സോപ്പുകളിലെല്ലാം ആന്റിസെപ്റ്റിക് ഗുണം ഇമ്പാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ചേർക്കാൻ ഒരു രാസവസ്തു കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യും സോപ്പ് നിർമ്മാണ സമയത്ത്. അതിന്റെ പേര് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോളൂ, ബിത്തിയനോൾ. അപ്പൊ സോപ്പിന് ആന്റിസെപ്റ്റിക് ഗുണം നൽകുന്ന പദാർത്ഥം അല്ലെങ്കിൽ രാസവസ്തു ഏതാണെന്ന് ചോദിക്കാം. അതിന്റെ ഉത്തരം എന്താ? ബിത്തിയനോൾ ആണെന്നും പഠിച്ചു വെക്കുക. ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ഒന്ന് നോക്കി വെക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോപ്പിന്റെ ഗുണനിലവാരം നിർണ്ണയിക്കുന്ന ഘടകം ഏത് എന്ന് ചോദിച്ചാൽ ടോട്ടൽ ഫാറ്റി മാറ്റർ. കാരണം ഫാറ്റി ആസിഡുകളുടെ സോഡിയം പൊട്ടാസ്യം ലവണങ്ങളല്ലേ. അത് 76% അതിൽ കൂടുതലുമാണെങ്കിൽ ഫസ്റ്റ് ഗ്രേഡ് സോപ്പാണ്. 70% അതിൽ കൂടുതലും ഉണ്ടെങ്കിൽ സെക്കൻഡ് ഗ്രേഡ് സോപ്പാണ്. 60% എബോവ് ആണെങ്കിൽ അത് തേർഡ് ഗ്രേഡ് സോപ്പാ. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന സോപ്പിന്റെ പുറകുവശത്തെ TFM വാല്യൂ നോക്കിയിട്ട് അത് ഏത് ഗ്രേഡ്, ഏത് ക്വാളിറ്റിയിൽ വരുന്നു എന്നുള്ളത് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തിരിച്ചറിയാം. ഒന്ന് നോക്കി നോക്കൂ കേട്ടോ. പിന്നെ സോപ്പ് എന്ന് പറയുന്ന ഈ പദാർത്ഥം അല്ലെങ്കിൽ കെമിക്കൽ എന്ത് ചെയ്യുന്നു എന്നറിയോ? അത് സോഫ്റ്റ് വാട്ടർ അല്ലെങ്കിൽ മൃദുജലത്തിൽ മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ അഥവാ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് പഠിച്ചു വെക്കുക.
എന്നാൽ ഡിറ്റർജന്റ് കേട്ടിട്ടില്ലേ? ഡിറ്റർജന്റ് അതിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാ എന്ന് ചോദിച്ചാൽ സൾഫോണിക് ആസിഡ് ആണെന്ന് പഠിച്ചു വെച്ചേക്കണേ. ഡിറ്റർജന്റ് സോഫ്റ്റ് വാട്ടർ മൃദുജലം ആയിക്കോട്ടെ, ഹാർഡ് വാട്ടർ കഠിനജലം ആയിക്കോട്ടെ, ഇത് രണ്ടിലും പ്രവർത്തിക്കുമെന്ന് അറിഞ്ഞു വെക്കുക. ക്ലിയർ ആണോ? ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം നമ്പർ 2 ഇങ്ങനെയാണ്: പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥ ഏതാണ്? നോക്കൂ, ഖരം, പ്ലാസ്മ, ദ്രാവകം, വാതകം. ഇതിന്റെ ഉത്തരം ഏതാ പറയാമോ? അതിനു മുമ്പ് ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം മാർക്ക് ചെയ്തിട്ടുണ്ടോ നോക്കട്ടെ. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എ ആണ് കേട്ടോ. ഇവിടെ പറഞ്ഞോളൂ, പറയാൻ ശ്രമിക്കാമോ? അപ്പോൾ പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ടും ഇല്ല. 1 ഖരമാണെന്നറിയാം, 2 ദ്രാവകമാണെന്നറിയാം, 3 വാതകമാണെന്നറിയാം. ദ്രവ്യത്തിന്റെ അല്ലെങ്കിൽ പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരാണ് പ്ലാസ്മ. 2ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബി ആണ്. നോക്കൂ, നമ്മുടെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതാണ് എന്ന് ചോദിക്കും. ഏതാണ്? പ്ലാസ്മയാണ്. 4th സ്റ്റേറ്റ് ആണ്. ഊഷ്മാവല്ലെങ്കിൽ താപനില ഏറ്റവും കൂടിയ ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതാണെന്ന് ചോദിക്കാം. അതും ഏത് തന്നെയാണ്? പ്ലാസ്മ തന്നെയാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ എന്ന് പറയുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിന്റെ 99% പ്ലാസ്മ തന്നെയാണ്. ഉന്നതമായ താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയായതുകൊണ്ട് ഈ പ്ലാസ്മ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. ഉയർന്ന താപനിലയെ കുറിച്ചുള്ള പഠനം പൈറോജനിക്സ് എന്ന് നിങ്ങൾ ഫിസിക്സിൽ പഠിക്കുന്നുണ്ടാവുമല്ലോ. യെസ്, അതേ പേരിട്ട് ഇവനെ നമുക്ക് വിളിക്കാം പൈറോജനിക് ദ്രവ്യം എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്നത് ആരാ എന്ന് ചോദിക്കാം. അതാരാണ്? പ്ലാസ്മയാണെന്ന് പഠിക്കുക. ഓക്കെ, ഇനി ഉന്നതമായ താപനില എന്ന് പഠിക്കുമ്പോൾ കണക്ട് ചെയ്തോളൂ. സൂര്യന്റെ ഉപരിതല താപനില 5500 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതൊരു PYQ കൂടിയാണ്. അതിനെ കണക്ട് ചെയ്തിട്ട് സൂര്യൻ ഉൾപ്പെടുന്ന എല്ലാ നക്ഷത്രങ്ങളിലും ഊർജോൽപാദനം നടക്കുന്നത് കേന്ദ്രത്തിലാണെന്നറിയാം. അതിന്റെ കേന്ദ്രത്തിലാണ് കോറില് ന്യൂക്ലിയർ ഫ്യൂഷൻ അല്ലെങ്കിൽ അണു സംയോജനം നടന്നിട്ടാ. അപ്പോൾ സൂര്യൻ ഉൾപ്പെടുന്ന എല്ലാ നക്ഷത്രങ്ങളുടെയും കേന്ദ്രം അല്ലെങ്കിൽ ഈ നക്ഷത്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഏതവസ്ഥയിലാണ് എന്ന് നിങ്ങളോട് ചോദിക്കാം. അതെല്ലാം എന്ത് തന്നെയാണ്? പ്ലാസ്മാവസ്ഥയിലാണെന്ന് പഠിച്ചു വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വസ്തുത. ഇവിടെ ഉന്നതമായ താപനില ആയതുകൊണ്ട് തന്നെ അയോണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയോണീകരണ ഊർജം ഏറ്റവും കൂടുതലാണെന്നും പഠിക്കുക. അയോണീകരണ ഊർജം ഏറ്റവും കൂടിയ ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതാ എന്ന് ചോദിക്കാം. ഏത് തന്നെയാണ്? പ്ലാസ്മ. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇവിടെ പ്ലാസ്മ തന്നെ അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇല്ലാത്തവര് പഠിച്ചു വെക്കുക. അറിയാന്നുള്ളവര് റിവൈസ് ചെയ്ത് ഉറപ്പിച്ചോളൂ. റേഡിയന്റ് ദ്രവ്യം, റേഡിയന്റ് മാറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? പ്ലാസ്മയാണ്. ഇതുപോലെ ഒരു വസ്തുതയും കൂടി ഓർത്തു വെക്കുക. ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥ പ്ലാസ്മ കണ്ടെത്തിയ വ്യക്തിയുടെ പേരാണ് വില്യം ക്രൂക്സ്. അപ്പോ പ്ലാസ്മ കണ്ടെത്തിയത് വില്യം ക്രൂക്സ് ആയതുകൊണ്ട് ക്രൂക്സ് ദ്രവ്യം എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? പ്ലാസ്മ. അപ്പൊ പ്ലാസ്മ എന്ന് പറഞ്ഞാലും റേഡിയന്റ് ദ്രവ്യം എന്ന് പറഞ്ഞാലും പൈറോജനിക് ദ്രവ്യം എന്ന് പറഞ്ഞാലും ക്രൂക്സ് ദ്രവ്യം എന്ന് പറഞ്ഞാലും ഇതെല്ലാം 4ാമത്തെ അവസ്ഥ പ്ലാസ്മ തന്നെയാണ്. അതിന്റെ ഈ പ്രത്യേകതകൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. LDC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് നോക്കൂ, സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏത് എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ഇവിടെ കാണാം നിക്കൽ, സോഫ്റ്റ് ഇരുമ്പ്, വനേഡിയം പെന്റോക്സൈഡ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അതിന്റെ ഉത്തരം എന്താണ്? യെസ്, വനേഡിയം പെന്റോക്സൈഡ് ആണ്. അപ്പൊ നമുക്ക് 2 ആസിഡുകളെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാലോ? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണേ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണേ. നമ്മൾ ലബോറട്ടറി ആസിഡുകൾ പഠിക്കാറുണ്ട്. മെയിനായിട്ട് നമ്മൾ നോക്കുന്ന ലബോറട്ടറി ആസിഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സൾഫ്യൂരിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും ആണ്. ഇതിൽ ഞാൻ ആദ്യത്തെ ആൾ ഇവിടെ എഴുതാൻ പോകുന്നു സൾഫ്യൂരിക് ആസിഡ്. അയാളുടെ കെമിക്കൽ ഫോർമുല H2SO4. എടാ ഞാൻ അപ്പുറത്ത് എഴുതാൻ പോകുന്നു നൈട്രിക് ആസിഡ്. അയാളുടെ കെമിക്കൽ ഫോർമുല HNO3. ഇന്നത്തെ കെമിസ്ട്രി പണ്ട് കാലത്ത് ആൽക്കമി അല്ലായിരുന്നോ? അപ്പോ ഇന്നത്തെ കെമിസ്റ്റുകളൊക്കെ പണ്ട് കാലത്തെ ആൽക്കമിസ്റ്റുകൾ അല്ലായിരുന്നോ? അന്നത്തെ ആൽക്കമിസ്റ്റുകൾ സൾഫ്യൂരിക് ആസിഡിന് നൽകിയിരുന്ന വിശേഷണം, സൾഫ്യൂരിക് ആസിഡിന്റെ ആൽക്കമിയൽ നാമം എന്തായിരുന്നു എന്ന് നിങ്ങളോട് ചോദിക്കാം. അതിന്റെ ഉത്തരം നിങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കുക. വെരി വെരി ഇമ്പോർട്ടന്റ്. അതാണ് ഓയിൽ ഓഫ് വിട്രിയോൾ. ഇത് കൂടാതെ രാസവസ്തുക്കളുടെ രാജാവ്, ഞാൻ ജസ്റ്റ് എളുപ്പത്തിന് എഴുതാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ അങ്ങ് എഴുതുവാണേ, കിങ് ഓഫ് കെമിക്കൽസ്. അതുപോലെ ആസിഡുകളുടെ രാജാവ്, കിങ് ഓഫ് ആസിഡ്സ്. ഈ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്നത് ആരാ എന്ന് ചോദിക്കാം. ആരാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. പിടികിട്ടിയോ?
ഇനി ഇന്നത്തെ നമ്മുടെ നൈട്രിക് ആസിഡിന്റെ ആദ്യകാല നാമം അതല്ലെങ്കിൽ ആൽക്കമിയൽ നാമം എന്താണെന്ന് നിങ്ങളോട് ചോദിക്കാം. സ്ട്രോങ് വാട്ടർ എന്ന അർത്ഥം വരുന്ന അക്വാ ഫോർട്ടിസ് ആണ്. ഇത് കൂടാതെ നൈട്രിക് ആസിഡിനെ നമ്മൾ ആ ബോട്ടിൽ എടുത്തിട്ട് അതിനെ തുറന്നു വെച്ചാൽ വായുവിലെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവൻ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഫ്യൂമിംഗ് ആസിഡ് അല്ലെങ്കിൽ പുകയുന്ന ആസിഡ് എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്നതും ആര് തന്നെയാണ്? നൈട്രിക് ആസിഡ് ആണ്. എടാ, അതിനൊപ്പം തന്നെ സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നതും ആര് തന്നെയാണ്? നൈട്രിക് ആസിഡ്. കണ്ടോ? അപ്പൊ സൾഫ്യൂരിക് ആസിഡിന്റെ 3 വിശേഷണങ്ങളും നൈട്രിക് ആസിഡിന്റെ 3 വിശേഷണങ്ങളും മാറിപ്പോവാതെ പഠിച്ചു വെക്കുക. ഇനി സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയ എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്ന് നിങ്ങളോട് ചോദിക്കാം. അത് സമ്പർക്ക പ്രക്രിയ അതല്ലെങ്കിൽ കോണ്ടാക്ട് പ്രോസസ് ആണ് കേട്ടോ. അവിടെ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം രാസപ്രവർത്തനത്തിന്റെ വേഗത ഒന്ന് അല്ലെങ്കിൽ നിരക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് വനേഡിയം പെന്റോക്സൈഡ് V2O5 ആണ്. അതേ സ്ഥാനത്ത് നൈട്രിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയ എന്താണ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ ഓസ്റ്റുവാൾഡ് പ്രോസസ് ആണെന്ന് പഠിച്ചു വെക്കുക. അവിടുത്തെ ഉൽപ്രേരകം പ്ലാറ്റിനം, അതിനൊപ്പം 5 മുതൽ 10% വരെ റോഡിയം എന്ന മൂലകം കൂടി ഉപയോഗിക്കുന്നുണ്ട്. വില കൂടിയ ലോഹങ്ങളിൽ ഒരെണ്ണമാണ് റോഡിയം കേട്ടോ. അതിന്റെ സിമ്പൽ RD അല്ല RH ആണെന്ന് പഠിക്കുക. അപ്പോൾ വനേഡിയം പെന്റോക്സൈഡ് സൾഫ്യൂരിക് ആസിഡിന്റെ സമ്പർക്ക പ്രക്രിയയിലും പ്ലാറ്റിനം റോഡിയം വന്നിട്ട് ഓസ്റ്റുവാൾഡ് പ്രോസസ് നൈട്രിക് ആസിഡിന്റെ നിർമ്മാണത്തിനുമാണെന്ന് മാറിപ്പോവാതെ പഠിച്ചു വെക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള LDC എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന വസ്തുതകൾ മാത്രം ചേർത്താണ് ഞാൻ ഈ ഒരു കമ്പാരിസൺ ഇവിടെ തന്നിട്ടുള്ളത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ ആണ്? യെസ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്, ഇലക്ട്രോണിന്റെ ചാർജിന്റെ മൂല്യം കണ്ടെത്തിയത് ആരാണ്? എടാ, JJ തോംസൺ, വില്യം ക്രൂക്സ്, ചാഡ്വിക്, മില്ലിക്കൺ. ഇതിന്റെ ഉത്തരം പെട്ടെന്ന് നമ്മൾ JJ തോംസൺ എന്ന് ചിന്തിക്കും, ബട്ട് ഉത്തരം റോബർട്ട് ആൻഡ്രൂസ് മില്ലിക്കൺ ആണെന്ന് പഠിക്കുക. 4ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം D ആണ്. ഇലക്ട്രോണുകളെ കുറിച്ച് പറയുവാണെങ്കിൽ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോണുകൾ, അടിസ്ഥാന അറ്റോമിക കണങ്ങൾ പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും ആണെന്നറിയാലോ. എടാ, പ്രോട്ടോൺ പോസിറ്റീവ്, ഇലക്ട്രോൺ നെഗറ്റീവ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളെ കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളെ കണ്ടെത്തിയത് JJ തോംസണും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുകളെ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്കുമാണ്. ഇലക്ട്രോണുകളെ കണ്ടെത്താൻ JJ തോംസൺ നടത്തിയ പരീക്ഷണത്തിന്റെ പേര് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം അല്ലെങ്കിൽ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ആണെന്ന് നിങ്ങൾ ഓർത്തുവെക്കുക. അതിൽ കിട്ടിയ കിരണങ്ങളുടെ പേര് വെച്ചിട്ട് ഇവർക്ക് മറ്റൊരു പേരുണ്ട്. അതാണ് ഇലക്ട്രോണുകളെ നമ്മൾ കാഥോഡ് കിരണങ്ങൾ അല്ലെങ്കിൽ കാഥോഡ് റേസ് എന്ന പേരിട്ട് വിളിക്കുന്നത്. കാഥോഡ് കിരണങ്ങൾക്ക് ഇലക്ട്രോൺ എന്ന പേര് നൽകിയത് ആര് എന്ന് ചോദിക്കാം. അത് ജോൺ സ്റ്റോണി ആണെന്ന് പഠിച്ചു വെക്കുക. മാറിപ്പോവരുതേ. ഇലക്ട്രോണുകളെ കണ്ടുപിടിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് JJ തോംസണും, ഇലക്ട്രോണുകൾക്ക് ആ പേര് നൽകിയത് ആര് എന്ന് ചോദിച്ചാൽ അത് സ്റ്റോണിയുമാണെന്ന് പഠിക്കുക. ഇനി നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇലക്ട്രോണിന്റെ മാസിന്റെ വാല്യൂ എത്രയെന്നറിയോ? 9.1 × 10⁻³ കിലോഗ്രാം. ഇലക്ട്രോണിന്റെ ഈ മാസിന്റെ മൂല്യം കണ്ടുപിടിച്ചത് ആരാന്നറിയോ? JJ തോംസൺ ആണ്. ഇമ്പോർട്ടന്റ് ആണ്, വാല്യൂ ഉൾപ്പെടെ പഠിക്കണം. എടാ, നെഗറ്റീവ് ചാർജുള്ള കണമാണല്ലോ ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ ചാർജിന്റെ മൂല്യം എത്രയാണെന്നറിയോ? 1.6 × 10⁻⁹ ചാർജിന്റെ യൂണിറ്റ് കൂളോംബ്. നെഗറ്റീവ് ചാർജുള്ള കണമായതുകൊണ്ട് ഇവിടെ ഒരു നെഗറ്റീവും കൂടി. ഈ നെഗറ്റീവ് ചാർജ് ഇലക്ട്രോണിന്റെ ചാർജ് മൂല്യം കണ്ടെത്തിയ വ്യക്തിയുടെ പേര് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, മില്ലിക്കൺ. ഇനി ഇങ്ങോട്ട് എഴുതി തരാം. ഇലക്ട്രോണുകളുടെ ചാർജ് കണ്ടെത്താനായിട്ട് മില്ലിക്കൺ നടത്തിയ പരീക്ഷണം എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിക്കും. അതാണ് എണ്ണത്തുള്ളി പരീക്ഷണം അഥവാ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. ക്ലിയർ ആണോ? അപ്പൊ ഇലക്ട്രോണുകളെ കണ്ടെത്തിയത് JJ തോംസൺ, ഇലക്ട്രോണുകളുടെ ചാർജ് കണ്ടെത്തിയത് മില്ലിക്കൺ. ഇലക്ട്രോണുകളെ കണ്ടെത്തിയ പരീക്ഷണം ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് അതല്ലെങ്കിൽ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. എന്നാൽ ഇലക്ട്രോണുകളുടെ ചാർജ് കണ്ടെത്തിയ പരീക്ഷണം ഏതാ? അത് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. ഇനി മാറിപ്പോരുത്. ഇലക്ട്രോണുകളെ കണ്ടെത്തിയത് ആരാണ്? JJ തോംസൺ. പേര് കൊടുത്തത് സ്റ്റോണിയാണ്. ഇലക്ട്രോണുകൾ കണികാ സ്വഭാവം പാർട്ടിക്കിൾ നേച്ചറും തരംഗ സ്വഭാവം വേവ് നേച്ചറും ഇത് രണ്ടും കാണിക്കുന്നുണ്ട് എന്ന് ഓർത്തു വെക്കുക. അതുകൊണ്ട് ഇലക്ട്രോണുകൾക്ക് നമുക്ക് എന്ത് പറയാം? ഡ്യുവൽ നേച്ചർ അഥവാ ദ്വൈത സ്വഭാവം കാണിക്കുന്നു. കണികാ സ്വഭാവം പാർട്ടിക്കിൾ നേച്ചറും തരംഗ സ്വഭാവം വേവ് നേച്ചറും. ക്ലിയർ ആണോ?
അടിസ്ഥാന അറ്റോമിക കണങ്ങൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഇവയിൽ മാസ് ഏറ്റവും കുറവ് ഏതിനാണെന്ന് ചോദിക്കാം. ഭാരം ഏറ്റവും കുറഞ്ഞ അല്ലെങ്കിൽ മാസ് ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന അറ്റോമിക കണം ഇലക്ട്രോൺ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഇതിനെ കണക്ട് ചെയ്തിട്ട് ഒരു വസ്തുത കൂടി പറയട്ടെ. എടാ, നമ്മുടെ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ ആണല്ലോ ഇലക്ട്രോൺ. അതിനെ കണ്ടെത്തിയത് ജെ തോംസൺ ആണെന്ന് നമ്മൾ പഠിച്ചുവല്ലോ. എന്നാൽ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളെയും കാണാം. ആ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾക്ക് വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് ഇലക്ട്രോൺ അഥവാ പോസിട്രോണുകൾ. പോസിട്രോണുകളെ കണ്ടെത്തിയ വ്യക്തി ആരെന്ന് ചോദിക്കുമ്പോൾ ഓപ്ഷനിൽ ജെ തോംസൺ കണ്ടാലും നിങ്ങൾ ദയവായി എഴുതരുത്. അദ്ദേഹത്തിന്റെ പേരാണ് കാൾ ആൻഡേഴ്സൺ. കണ്ടോ, പോസിറ്റീവ് ഇലക്ട്രോണുകൾ, പോസിട്രോണുകളെ കണ്ടെത്തിയത് ആരാണ്? കാൾ ആൻഡേഴ്സൺ. ഇതും കൂടി ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയും വസ്തുതകൾ നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കി വെച്ചോളൂ. ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, അടുത്ത കണക്റ്റഡ് ഫാക്ടുകളുമായിട്ട് ഒരു സെഷനിൽ കാണാം. താങ്ക് യു. നമ്മുടെ സൈലം PSCയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ശരി, താങ്ക് യു, ബൈ.